ഈ രാജ്യത്ത് ഈ വെറുപ്പും വിദ്വേഷവുമൊക്കെ ആളിക്കത്തിച്ച് ഈ രാജ്യത്ത് എന്തിനൊക്കെയോ ഉള്ള അരങ്ങൊരുക്കുകയാണ് എന്ന് തോന്നും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു വശത്ത് നേരത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളോട് മാത്രം കാണിച്ചിരുന്ന അസഹിഷ്ണുത ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരോടും ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ചടങ്ങുകളിൽ നടക്കുകയുണ്ടായി. അത്തരം അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് അവിടുത്തെ ബജ്റംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ ഭീകര സംഘടനയാണ്. അതിനെ ആരും പരസ്യമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ആരും എതിർക്കുകയോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, സംഘപരിവാറിലെ മേൽവിലാസമുള്ള ഒന്നോ രണ്ടോ സംഘടനകൾ കൂടാതെ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരായ ഈ ഭീകര സംഘടനകൾ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ സംഘടിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു വിശേഷം. പരസ്യമായാണ് വീടുകളിൽ ആയുധങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നത്. വാളും മറ്റ് മാരകായുധങ്ങളുമെല്ലാം വീടുകളിൽ കൊണ്ടു കൊടുത്ത് എല്ലാത്തിനും തയ്യാറായിക്കൊള്ളൂ, പോരാടാൻ തയ്യാറാകൂ എന്ന സന്ദേശം നൽകി അരങ്ങൊരുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു 120 കിലോ അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ രാജസ്ഥാനിൽ നിന്ന് പോലീസ് പിടിക്കുകയുണ്ടായി. സുരേന്ദ്ര മോച്ചി, സുരേന്ദ്ര പഡ്വ എന്നീ 2 സംഘികളാണ് അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. 34 വയസ്സും 43 വയസ്സുമാണ് അവർക്ക് പ്രായമുള്ളത്. ഇരുവരും ഈ സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് കടത്തിക്കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അത്തരം വാർത്തകളൊക്കെയും എവിടെയെങ്കിലുമൊക്കെ മാഞ്ഞു പോകുന്നതിനപ്പുറത്ത് ഇത് എങ്ങും എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായ സംരംഭകൻ സ്വന്തമാക്കി കഴിഞ്ഞു. പോർട്ടുകൾ, എയർപോർട്ടുകൾ, ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളാണ്. അതിലൂടെ കടന്നു വരുന്നതും കടത്തിവിടുന്നതുമായ വസ്തുക്കൾ എന്താണെന്നും ഏതാണെന്നും ആർക്കും ബോധ്യമില്ലാത്ത വിധം എന്തും സാധ്യമാകുന്ന തന്ത്രപ്രധാനമായ ഇടങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പോർട്ട് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തുറമുഖം പിടിച്ചെടുത്തു, എയർപോർട്ട് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താണ് അതൊരു യുദ്ധത്തിൽ നിർണായകമാകുന്നത് എന്ന് വെച്ചാൽ അതാണ് ഒരു പ്രധാന എൻട്രി പോയിൻ്റ്, എക്സിറ്റ് പോയിൻറ്റും. ഇത്തരം സംഗതികളൊക്കെയും ഘട്ടം ഘട്ടമായി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഈ ഇരയാക്കപ്പെടുന്ന മനുഷ്യർ തമ്മിൽ വിദ്വേഷിക്കുകയും തമ്മിലടിക്കുകയും മതേതര ജനാധിപത്യവാദികൾ എന്ന് പറയുന്ന വ്യക്തികളും സമൂഹങ്ങളും മാധ്യമങ്ങളുമെല്ലാം നിശബ്ദത പാലിക്കുകയും ചെയ്യുകയാണ്. ഈ രാജസ്ഥാനിലെ 120 ടൺ അതിമാരക എക്സ്പ്ലോസീവ് അത് വന്ന വഴിയും പോകുന്ന വഴിയുമൊക്കെ കണ്ടുപിടിച്ചാൽ പല സംഭവങ്ങളും അതിനെക്കുറിച്ച് പിന്നീട് രചിക്കപ്പെടുന്ന നറേറ്റീവുകളുമായുള്ള ഈ ഭീകരമായ ബന്ധം, ഞെട്ടിപ്പിക്കുന്ന ബന്ധം പലതും നമുക്കറിയാൻ കഴിയും. ഈ പിടിക്കുന്നത് മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണ്. അതിനേക്കാൾ അതിമാരകമായത് വെള്ളത്തിനടിയിലുണ്ട്, ആരും കാണാത്തവണ്ണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും ഈ രാജ്യത്തിൻ്റെ ഒരടുത്ത 5 മുതൽ 7 വർഷം വരെ ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെ എക്സിസ്റ്റൻസിലെന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും.